ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റ് മത്സരം നടക്കുന്നത് ലോർഡ്സിലാണ്. ക്രിക്കറ്റിൻ്റെ ഹോം, ക്രിക്കറ്റിൻ്റെ മെക്ക എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു വേദിയിൽ വെച്ചിട്ടാണ് മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം നടക്കുന്നത്. ആദ്യ മത്സരം ഇംഗ്ലണ്ട് വിജയിച്ചു. രണ്ടാമത്തെ മത്സരം ഇന്ത്യ ഒരു തകർപ്പൻ വിജയം, ഒരു ചരിത്ര വിജയം തന്നെ സ്വന്തമാക്കി. നമ്മൾ ലോർഡ്സിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ 3 ടെസ്റ്റ് മത്സരങ്ങളാണ് വിജയിച്ചിട്ടുള്ളത്. മാത്രമല്ല സമീപകാല പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവസാനം കളിച്ച 3 ടെസ്റ്റ് മത്സരങ്ങളിൽ 2ഉം ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമീപകാലത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ലോർഡ്സിൽ ഇന്ത്യക്ക് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട്. എന്താണ് ലോർഡ്സിലൊരു സാധ്യത ഇന്ത്യ? നമ്മൾ ആദ്യം തന്നെ കടലാസിലെ കണക്കുകൾ നോക്കേണ്ട ആവശ്യമില്ലാന്ന് ഗില്ല് തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ 2ാം മത്സരം അത് തെളിയിച്ചു കഴിഞ്ഞെന്ന് മാത്രമല്ല, ഗില്ല് മാധ്യമ പ്രവർത്തകർക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ നോക്കേണ്ടതില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഒരിക്കലും ജയിക്കാൻ പറ്റാത്ത ഗ്രൗണ്ടിൽ ഇന്ത്യ ജയിച്ചു വരുന്നത്, ഇന്ത്യ ഇപ്പം സൈഫ് പറഞ്ഞ പോലെ അവസാനത്തെ 3 മത്സരങ്ങളിൽ 2 മത്സരം വിജയിച്ച ലോർഡ്സിലേക്കാണ്. ലോർഡ്സ് നമുക്കറിയാം, ലോർഡ്സ് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കെല്ലാം ഗാംഗുലിയുടെ നാറ്റ്വിസ് ട്രോഫിയുടെ 2002 ആ ഒരു നിമിഷം തന്നെ ഓർമ്മ വരിക. അപ്പം നമുക്ക് അത്രയേറെ നമുക്കും ഈ പറഞ്ഞ ക്രിക്കറ്റിനെ വെക്കാൻ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ തറവാട് അതാണ് ലോർഡ്സ്. അവിടത്തേക്ക് നമുക്കും അങ്ങനെ ഇമോഷണലി ലോക്കാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടത്തേക്ക് ഗില്ല് ഒരു പുതിയ ഇന്ത്യയുമായിട്ട് വരുന്ന ഗില്ലിന് ജയിക്കാൻ പറ്റും തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്കിപ്പം കഴിഞ്ഞ വർഷത്തിൽ കണ്ടാൽ തന്നെ ലോർഡ്സിൽ റണ്ണ് നന്നായിട്ട് ഒഴുകുന്ന പിച്ചാണെന്ന് വേണ്ടി പറയാം. ചരിത്രം നോക്കുകയാണെങ്കിൽ റൺസ് ഒഴുകിയിട്ടുണ്ട്. നിലവിലെ അവസ്ഥയിൽ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റ്സ്മാൻമാരെല്ലാം ഫോമിലാണ്. പിന്നെ കഴിഞ്ഞ 2 ടെസ്റ്റായിട്ട് എല്ലാ താരങ്ങളും ഫോമിലാണ് തെളിയിച്ചിട്ടുണ്ട്. നല്ലൊരു ടീമിനെ സെറ്റാക്കിയിട്ടുണ്ട്. ബൗളിങ്ങിലാണ് നമുക്ക് അവിടെ ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടായിരുന്നത്. അത് 2ാം ടെസ്റ്റിൽ ഭൂരിഭാഗം അതും മറികടന്നിട്ടുണ്ട്. ഇപ്പം ബൂമ്ര തിരിച്ചെത്തുവാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രസിദ്ധ് കൃഷ്ണ പുറത്തിരുന്നിട്ട് ആകാശദീപും പിന്നെ ടീമിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പം ഒരു ഫുൾ ടീം, ഫുൾ എനർജി, ഫുൾ പിന്നെ പോസിറ്റീവായ ഒരു ഫുൾ വൈബ് ടീമിനെയാണ് ഗില്ലിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ടീം എന്തായാലും ഇവിടെ പിന്നെ ലോർഡ്സിൽ മിന്നുന്ന പ്രകടനം കാഴ്ചയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം 3 മത്സരങ്ങൾ 2 ചെയ്യുന്ന പറഞ്ഞാൽ 4 അവസാനം ലോർഡ്സിൽ കളിച്ച 4 മത്സരങ്ങൾ 2 ചെയ്യുന്ന 5 ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റും തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. തീർച്ചയായും. ഇപ്പോൾ ലോർഡ്സിലൊരു ചരിത്രം നോക്കുകയാണെങ്കിൽ 148 ടെസ്റ്റ് മത്സരങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ആദ്യം ബാറ്റ് ചെയ്ത ടീം 53 മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്. രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീം 44 മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മുൻകാല ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനൊരു അഡ്വാൻറ്റേജ് ഇവിടെ കാണുന്നുണ്ട് ഈ മൈതാനത്തിൽ ലോർഡ്സിൽ. അപ്പോൾ ഈ മുമ്പ് ഉള്ള 2 മത്സരങ്ങൾ നമ്മളിപ്പോൾ ഈ ചരിത്രം പറയുകയാണെങ്കിൽ ഇതൊരു വലിയ നീണ്ട അല്ലെങ്കിൽ ഒരു 100 വർഷം അത്രയും ഒക്കെ നീണ്ട ഒരു ചരിത്രമാണ് ലോർഡ്സിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കണക്കുകൾ നമ്മൾ എത്രത്തോളം ഇപ്പോഴത്തെ ഒരു ബാറ്റിംഗ് ഫസ്റ്റ് എന്ന തീരുമാനം, അതായത് ആദ്യം ബാറ്റിംഗ് ആണോ ബോളിംഗ് ആണോ എന്ന തീരുമാനത്തെ സ്വാധീനിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സാധ്യതകളും കാരണങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഇന്ത്യൻ ടീമിൽ ബുംറ അല്ലാതെ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഇപ്പോൾ പ്രസിദ്ധ് കൃഷ്ണ പോയിട്ട് ബുംറ വരിക എന്നല്ലാതെ വാഷിംഗ്ടൺ സുന്ദറിന് പകരം കുൽദീപ് കളിക്കാൻ വരുമോ എന്ന സംശയം ബാക്കിയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് തോന്നുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് സുന്ദർ തന്നെ കളിക്കണമെന്നാണ്. കാരണം ബാറ്റിങ്ങിൽ നമുക്ക് കുറച്ചും കൂടി പിന്നെ ലോവർ മിഡ് ഓർഡറിൽ കുറച്ചും കൂടി ഡെപ്ത് കിട്ടും സുന്ദർ കളിക്കുമ്പം. ജഡേജ ഉണ്ട്, സുന്ദർ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. കുൽദീപ് വന്നാൽ ബൗളിങ്ങിൽ പിന്നെ സ്പിൻ ബൗളിങ്ങിന് ഒരാളും കൂടി എത്തി എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടി കിട്ടും. സുന്ദറിന് ഒരു സ്പെഷ്യലിസ്റ്റ് ബോളർ എത്തുന്നുള്ളത്. അപ്പോൾ സുന്ദറും അത്ര മോശം ഇതൊന്നുമല്ല. നമുക്ക് ഒരു ബ്രേക്ക് ത്രൂ നൽകിയത് കഴിഞ്ഞ 2ാം മത്സരത്തിലെ വിജയത്തിലേക്ക് എത്തിച്ചത് സുന്ദർ തന്നെയാണ്. അപ്പം സുന്ദരമായിട്ട് തന്നെ അദ്ദേഹം കളിക്കുന്നുണ്ട്. അതായത് ആ രീതിയിൽ തന്നെ അദ്ദേഹം കളിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പം പറഞ്ഞാൽ വലിയ മാറ്റങ്ങൾ തോന്നുന്നില്ല. പിന്നെ ഈ ഹോം ഗ്രൗണ്ട്, ഇംഗ്ലണ്ടിൻ്റെ ഹോം ഗ്രൗണ്ട് ആണെങ്കിൽ കൂടി അവിടെ അവരെക്കാൾ പിന്നെ സന്ദർശകർക്ക് ഒരു ചരിത്രമുള്ള വിന്നിംഗ് ഒരു പിച്ചാണ്. പ്രധാനമായിട്ടും ഓസ്ട്രേലിയയുടെ ഒരു ചരിത്രമാണ്. അതായത് തീർച്ചയായും ഓസ്ട്രേലിയയുടെ വിജയ ശതമാനം ഇംഗ്ലണ്ടിന്റെ 40% അത്രയോ വരുന്നു. ഇന്ത്യ അല്ല അത് ഓക്കെ, ഇന്ത്യ ഞാൻ പറഞ്ഞത് പഴയ ഇന്ത്യയുടെ ചരിത്രമാണ്. നമ്മൾ ഗില്ലിന്റെ ഇന്ത്യനെ കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. പഴയ ഇന്ത്യ തോറ്റു. അല്ല, പുതിയ ഇന്ത്യയെ സംബന്ധിച്ച് നല്ല ചരിത്രമാണ്. കാരണം അവസാനം കളിച്ച 3 മത്സരം, ഇപ്പോൾ ആകെ 3 മത്സരം വിജയിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ 2 വിജയം വന്നിരിക്കുന്നത് 2014 ശേഷമാണെന്നുള്ളതാണ്. 1986 ഒരു 54 വർഷത്തൊക്കെ ഒരു കാത്തിരിപ്പിന് ശേഷം കപിൽ ദേവ് ഇന്ത്യ ആദ്യമായിട്ട് അവിടെ ഒരു ടെസ്റ്റ് മത്സരം വിജയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വിജയം സംഭവിക്കുന്നത് 2014 14 സംഭവിച്ചു. 18 ഇന്ത്യ തോറ്റു. 21 വീണ്ടും വിജയിച്ചു. 25 വീണ്ടും ജയിക്കുന്നത് നമുക്ക് കണക്ക് കൂട്ടാം. കാരണം ഞാൻ പറഞ്ഞ പഴയ ഇന്ത്യ 14 ശേഷമുള്ള ഇന്ത്യ അല്ല. ഇപ്പം വരുന്ന പുതിയ ഇന്ത്യ ഗില്ലും പന്തും ജയ്സ്വാളൊക്കെ രാഹുലൊക്കെ നയിക്കുന്ന ഒരു ഇന്ത്യ ആയിട്ടാണ് ഇപ്പം മാറിക്കുന്നത്. അപ്പം നമുക്ക് ഇതുവരെ ജയിക്കാൻ പറ്റാത്ത പിച്ചിൽ ജയിച്ചൊരു ഇന്ത്യ വരുമ്പം ഇതിലേക്ക് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഓസ്ട്രേലിയക്ക് ഒരു ആധിപത്യമുള്ള പിച്ചാണെന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഹോം ഗ്രൗണ്ടിന് അത്ര ആനുകൂല്യം ലഭിക്കാത്തൊരു പിച്ചാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ആനുകൂല്യം കൂടി ഉണ്ടെന്ന് പറയാം. ഇംഗ്ലണ്ടിന് പിന്നെ അത്ര
ഒരു കൂളായിട്ട് നമ്മൾ ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, അവർക്കും ഒന്ന് പേടിക്കേണ്ടതുണ്ട് ഈ പിച്ചിനെ. അപ്പം ആ ഒരു ഇത് നമ്മൾ കാണേണ്ടതുള്ളൂ. പിന്നെ ഇന്ത്യൻ ടീമിന് ഇപ്പോൾ അങ്ങനെ ഭയക്കുന്ന ഒരു ടീമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു ടീമായിട്ട് തോന്നുന്നില്ല. എല്ലാം പിന്നെ യങ് ആൻഡ് വൈബ്രന്റ് ടീമാണ്. അവരെന്തും ആക്രമിച്ച് ഈ നമ്മൾ കഴിഞ്ഞ സൈഫിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേസ്ബോൾ ഇംഗ്ലണ്ടിൻ്റെ ബേസ്ബോളിനെ ആ രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടാണ് ഇന്ത്യ കയറി വന്നതെന്നുള്ളത്. അപ്പം ആ രീതിയിലേക്കാണ് ഈ മത്സരം പോകും. ഇനിയിപ്പം ഈ മത്സരം എന്തായാലും ഇന്ത്യ വിജയിക്കുന്നത് പ്രതീക്ഷിക്കാം. 2-1 അപ്പം ബാക്കിയുള്ള പരമ്പര ലൈവായി നിൽക്കും, അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ലോർഡ്സിലൊരു സെഞ്ചുറി എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് പലരും കാണുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ആദ്യത്തെ മത്സരം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇന്നിങ്സിൽ 5 വ്യക്തിഗത സെഞ്ചുറികൾ വന്നു. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിൽ ഗില്ലിൻ്റെ ഒരു ഇരട്ട സെഞ്ചുറി, അതുപോലെ തന്നെ ഒരു സെഞ്ചുറി വന്നു. അങ്ങനെ ഒരു വലിയ രീതിയിലൊരു ബാറ്റിംഗ് വിരുന്ന് തന്നെയാണ് കഴിഞ്ഞ 2 ടെസ്റ്റ് മത്സരം. ചില സമയത്തൊക്കെ നമ്മൾ ടെസ്റ്റ് തന്നെയാണോ കാണുന്നത് അതോ T20 ആണോ കാണുന്നത് എന്ന രീതിയിലൊക്കെ സംശയിക്കുന്ന ഒരു ആ ഒരു അർത്ഥത്തിൽ ലോർഡ്സിലെ ഒരു സെഞ്ചുറി എന്ന് പറയുന്നത് വളരെ കരുണായിരുന്നു പ്രതീക്ഷിക്കുന്നത്. ലോർഡ്സിലെ സെഞ്ചുറി അത് ഇനി മാറ്റുമോ? ടീമിലുണ്ടാവുന്ന സായി സുദർശന ഒരു അവസരം കൂടി വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ മത്സരത്തിൽ ലോർഡ്സ് കൊടുക്കാൻ സാധ്യത കുറവാണ്. കാരണം 2ാം മത്സരത്തിൽ ജയിച്ച ടീമിനെ തന്നെ നിലനിർത്തുമായിരിക്കും ഈ ബൂമറയുടെ മാറ്റം ഒഴികെ. പിന്നെ അവസരം ഉണ്ടാവും 4-5 ടെസ്റ്റ് വരുമ്പം സായി സുദർശൻ എന്തായാലും തിരിച്ചു വരും, ടീമിലേക്ക് വരും. ചിലപ്പോൾ കരുണാകർ അതുവരെ തിളങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ പുറത്തിരുന്നേക്കും. പക്ഷേ ലോർഡ്സിൽ കരുണാകർ കളിക്കുന്നു, കരുണാകർ സെഞ്ചുറി അടിക്കുന്നു, എനിക്ക് എന്തൊരു വിശ്വാസമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അത് ചിലപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാ താരങ്ങളും ഫോമിലാണ്, ആരും അടിക്കാം. എന്നാൽ സെഞ്ചുറി പിറക്കുന്നതിൽ സംശയമൊന്നുമില്ല. ലോർഡ്സിലും മത്സരത്തിലും ആദ്യത്തെ 2 മത്സരം പോലെ തന്നെ അതിൽ കരുണാകർ ഒരു സെഞ്ചുറി കൂടി കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്. ഒരു തിരിച്ചുവരവിൻ്റെ ഒരു ഇത് ഭംഗി കൂട്ടണമെങ്കിൽ ലോർഡ്സിലെ സെഞ്ചുറി, ഇപ്പോൾ സൈഫ് പറഞ്ഞാൽ ലോർഡ്സിൽ സെഞ്ചുറി എന്നുള്ള സ്വപ്നമാണ്. അപ്പോൾ മടങ്ങി വരവിൽ ലോർഡ്സിൽ സെഞ്ചുറി വേണ്ടിയിട്ടാണ് കരുണാകർ വന്നത്. നമ്മളിപ്പം കഴിഞ്ഞ വർഷം ഈ ടൂർണമെൻറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ 8 വർഷത്തെ ഗ്യാപ്പിന് ശേഷം അന്ന് കളിച്ച് പിന്നെ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച കരുണാകരെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. അടുത്തൊരു പരമ്പരയിലേക്ക് കരുണാകർ ഉൾപ്പെടുന്ന ടീം പോകുമ്പോൾ പറയാൻ വേണ്ടി മടങ്ങി വരവിൽ ലോർഡ്സിൽ സെഞ്ചുറി അടിച്ച താരമാണെന്ന രീതിയിലേക്ക് പറയാൻ വേണ്ടി പറ്റട്ടെ എന്നാണ് പറയുന്നത്. ഒരു വിശ്വാസമുണ്ട്, കരുണാകർ എന്നാൽ തിളങ്ങും, സെഞ്ചുറി അടിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ലോർഡ്സിലെ കാര്യം പറയുകയാണെങ്കിൽ ബോളർമാർ നമ്മൾ ബാറ്റിങ്ങിന് അനുകൂലമാണ്, റൺ ഒഴുകിയിട്ടുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയ 720 റണ്ണൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷേ ഒരു ടീം 38 റൺസിന് ഓൾ ഔട്ടായ ചരിത്രമുണ്ട്. അയർലാൻഡ് 38 റൺസിന് ഓൾ ഔട്ട് ആയിട്ടുണ്ട്. ഇന്ത്യ 42 റൺസിന് ഓൾ ഔട്ട് ആയിട്ടുണ്ട്. 1970കളിലാണ് ആ മത്സരം സംഭവിക്കുന്നത്. ഇന്ത്യയുടെ ടോപ്പ് സ്കോർ അല്ലെങ്കിൽ ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് ഇവിടെ 454 റൺസാണ്. അപ്പോൾ കഴിഞ്ഞ 2 ഇന്നിങ്സിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് സ്കോർ ഇതിനേക്കാളും കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ബോളിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോർഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ലോപ്പ് ഭയങ്കര ഫേമസ് ആണ്. കാരണം അത് ബാറ്റിങ്ങിന് ഒരു ദുഷ്കരമാക്കുന്ന, ബോളിങ്ങിന് സ്വിങ്ങും ഇതൊക്കെ കിട്ടുന്ന രീതിയിൽ. ഇപ്പോൾ ഇന്ത്യൻ ബോളർമാർ കാര്യം പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആകാശ് ദീപ് അല്ലെങ്കിൽ മുഹമ്മദ് സിറാജ്, ബുംറ എന്ന് പറയുന്ന ഒരു ബോളറെ നമുക്കറിയാം. ബുംറക്ക് പകരം ആര് എന്ന ചോദ്യം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ 2ാമത്തെ മത്സരത്തിൽ കൃത്യമായിട്ട് ആകാശ് ദീപ് തൻ്റെ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ്, ഇംഗ്ലണ്ടിലെ ഒരു ഇന്ത്യൻ ബോളറുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുകയും ഒരു 10 വിക്കറ്റുകളൊക്കെ വീഴ്ത്തുകയും അതുപോലെ തന്നെ മറുവശത്ത് മുഹമ്മദ് സിറാജ് 7 വിക്കറ്റുകൾ വീഴ്ത്തുക 2 ഇന്നിങ്സുകളിലും കൂടി. അങ്ങനെ ഒരു മികച്ച പെർഫോമൻസ് ഉണ്ടായി. ആ ഒരു പെർഫോമൻസ് ഇന്ത്യയുടെ ബോളർമാരുടെ ഭാഗത്ത് നിന്ന് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. മറുവശത്ത് ഇംഗ്ലണ്ടിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ജോഫ്ര ആർച്ചറെ തിരിച്ചുവരവ് കാണാൻ കഴിയും എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. 2ാമത്തെ മത്സരത്തിൽ വരും എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ മത്സരത്തിൽ ഉണ്ടായില്ല. പക്ഷെ 3ാമത്തെ മത്സരത്തിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഇന്ത്യൻ ടീമിനെ അല്ല അതൊരു വലിയ കടമയാണ്. നമുക്ക് ആർച്ചറിനെ അറിയാം. നമുക്കിപ്പം ബൂമറ തിരിച്ചെത്തുന്ന പോലെ തന്നെ ആർച്ചർ തിരിച്ചെത്തുന്ന സന്തോഷത്തിലായിരിക്കണം ഇംഗ്ലണ്ട് ക്യാമ്പുള്ളത്. നമ്മൾ കരുതിയിരിക്കേണ്ടത് ആർച്ചറിനെയാണ്. അത് മാത്രമല്ല, ആർച്ചർ തിരിച്ചു വരുന്നത് ഒരു കുറച്ച് കാലത്തിന് ശേഷമാണ്. കുറച്ച് കാലമായിട്ട് അദ്ദേഹം ടെസ്റ്റ് കളിക്കുന്നില്ല. അപ്പോൾ ആ മടങ്ങിവരവ് ആർച്ചർ നമുക്കറിയാം ഏത് ഫോർമാറ്റിലായാലും പിന്നെ ഒരു അപകടകാരിയാണ് അദ്ദേഹം വരുന്നത്. അപ്പം നിലവിലെ ഇന്ത്യൻ ടീമിന് ഇപ്പം ആർച്ചറിനൊക്കെ നമ്മളിപ്പോൾ IPL എല്ലാ താരങ്ങൾക്കും ഫെമിലിയറാണ്, താരങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കളിച്ച് ശീലമുള്ളതാണ് ഈ കളിക്കുന്ന ടീം. ഇപ്പോഴത്തെ നമ്മളെ ടെസ്റ്റ് ടീം പറഞ്ഞാൽ നമ്മൾ T20 തന്നെ വന്ന IPL ശേഷം വന്നൊരു ടീം തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവർക്കെല്ലാം ആർച്ചറിന് പരിചയമുണ്ട്, ആർച്ചറിനെ കളിച്ച് ശീലമുണ്ട്. പക്ഷേ ഇംഗ്ലണ്ടിലെ പിച്ചിൽ ആർച്ചർ എത്രത്തോളം അപകടകാരിയാവുമെന്ന് അത് കാത്തിരി തന്നെ കാണുന്നുണ്ട്. ഇപ്പം ബൂമറ എത്രത്തോളം നമുക്ക് സന്തോഷം നൽകുന്നു അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എത്രത്തോളം പ്രഹരമേൽപ്പിക്കുന്നു അതുപോലെ തന്നെയായിരിക്കും ആർച്ചറിൻ്റെ മടങ്ങി വരവ് ഇംഗ്ലണ്ട് ക്യാമ്പും കാണുന്നത്. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ സെഞ്ചുറി പറഞ്ഞു പറയുമ്പം അതിൽ ഇല്ലാതിരുന്നൊരു ഫാക്ട് ആർച്ചറുണ്ട്. ആർച്ചറിനൂടെ മറികടന്ന് വേണം ഇന്ത്യക്ക് റൺ ഒഴുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ശുഭ്മാൻ ഗില്ലിൻ്റെ കാര്യം പറയാം. നമ്മളിപ്പോൾ ശുഭ്മാൻ ഗില്ല് വളരെ നല്ല ഫോമിലാണ് അദ്ദേഹം കളിക്കുന്നത്. അദ്ദേഹം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും നല്ല സമയത്തിലൂടെ ശുഭ്മാൻ ഗില്ല് കടന്നു പോകുന്നത്. ഒരു ക്യാപ്റ്റൻസി അദ്ദേഹത്തിന് ഒരു എക്സ്ട്രാ ഒരു ഊർജം കൊടുത്തതുപോലെ ഉണ്ട്. അത് വളരെയധികം ആസ്വദിച്ച് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല തൻ്റെ ഇന്നിങ്സ് ആണെങ്കിലും 2ാമത്തെ ഇന്നിങ്സിൽ 162
52 പന്തിലാണ് 161 റൺസ് എടുക്കുന്നത്. മറുവശത്ത് 269 റൺസ് ആദ്യ ഇന്നിങ്സിൽ അത്രയും നേടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എൻജോയ് ചെയ്തിട്ട് ഗില്ല് കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രൗണ്ടിലാണെങ്കിലും ഫീൽഡിംഗ് ആണെങ്കിലും ഒരു ഫ്രീ ആയിട്ട് നിൽക്കുന്ന പോലെ ഉണ്ട്. ഇപ്പോൾ മറുവശത്ത് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ ആണെങ്കിൽ തമാശകളാണ് ഫുള്ള് അദ്ദേഹത്തിന്റെ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറച്ച് ഈ മത്സരത്തിന്റെ കുറച്ച് 2-3 മത്സരങ്ങളായി ഈ നടക്കുന്ന ഒരു ടെസ്റ്റില് ഒരുപാട് അദ്ദേഹത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഹാരി ബ്രൂക്കിന്റെ അടുത്ത് കൊടുത്ത മറുപടിയാണ്. അപ്പൊ അതായത് ബ്രൂക്ക് പറയുന്നത്, ഞാൻ ആലോചിച്ച് ബ്രൂക്ക് 55 പന്തിൽ സെഞ്ചുറി അടിച്ചിരുന്നു. ബ്രൂക്ക് IPL സെഞ്ചുറിയുടെ കാര്യം പറയുന്നത്. IPL ഞാൻ 55 ബോളിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അത് തകർക്കാനാണ് ടെസ്റ്റിൽ ഋഷഭ് പന്തിനോട് പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഋഷഭ് പന്ത് പറയുന്നത്, അതായത് ഞാൻ റെക്കോർഡുകൾക്ക് ആർക്കുള്ള ഒരാളല്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു രസകരമായിട്ട് മറുപടി കൊടുക്കാൻ അല്ല, അത് മാത്രമല്ല ഒരു കൂൾ ടീമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ പ്രതീക്ഷിച്ചപ്പോൾ യുവനിര എന്ന് പറയുമ്പോൾ രോഹിത് ശർമ്മ ഇല്ല, കോഹ്ലി ഇല്ല, ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ, ഋഷഭ് പന്ത് ക്യാപ്റ്റനായിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നത് ടീമിലെ ഒരു സീനിയർ ബൗളറായിട്ടുള്ള ബുംറ ഒരു എല്ലാ മത്സരവും കളിക്കില്ല എന്ന് പറയുന്നത്. അശ്വിനി ഇല്ല, നേരത്തെ പറഞ്ഞ പോലെ. ജഡേജ ആണ് ഒരു സീനിയർ താരം എന്നും. പക്ഷേ ജഡേജ ഏകദേശം ഇപ്പൊ കുറച്ചായിട്ട് ഒന്നും ഒതുക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഇതേ പിന്നെ ഒരു മൈൻഡ് പോകുന്ന താരമായിരുന്നു ജഡേജ. അല്ല, എനിക്ക് തോന്നുന്നത് ജഡേജ കുറച്ചുകൂടി മെച്ചുവർ ആയിട്ട് തോന്നുന്നുണ്ട്. കഴിഞ്ഞ അത് ടീമിന് കാരണമായി മാറിയില്ലേ? ഇപ്പൊ ഏറ്റവും സീനിയർ ഇത് കാണിക്കണല്ലോ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം BCCIയുടെ ഒരു ഇപ്പൊ SOP ഉണ്ടായിരുന്നു. ഇപ്പൊ ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു മോശം പ്രകടനത്തിന് ശേഷം ചില എന്താ പറയുക നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ ടീമിന് കൊടുത്തിരുന്നു. അതിലുണ്ടായിരുന്ന എല്ലാ ആളുകളും താരങ്ങളും ടീം ബസ്സിൽ തന്നെ യാത്ര ചെയ്യണം എന്നുള്ളത്. ജഡേജ അത് തെറ്റിച്ചിട്ട് നേരത്തെ പോയി. അത് നേരത്തെ പോയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജഡേജ പറയുന്നത്, ഞാൻ അവിടെ നെറ്റ്സിൽ, അതായത് മത്സരം നടക്കുന്ന ബർമിംഗ്ഹാമിൽ പരിശീലനത്തിന് പോയതാണ് അദ്ദേഹം. അത് മാത്രമല്ല, കുറച്ച് നേരത്തെ അവിടെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താ സാഹചര്യം എന്ന് മനസ്സിലാക്കാനും കുറച്ച് നേരം ഒരു ലഞ്ച് വരെ ബാറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാരണം കൂടിയാണ് ജഡേജ പറഞ്ഞത്. അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട് ഇന്ത്യൻ ടീമിനകത്ത്. അപ്പോൾ അത് മാത്രമല്ല, ഒരു കൂൾ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ടീമിനെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റിലൊക്കെ വളരെ കൂളായിരുന്നു ഇന്ത്യൻ ടീം, ഒരു ടെൻഷനും ഇല്ല. എനിക്ക് തോന്നുന്ന ആദ്യത്തെ ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് അടി തുടങ്ങിയ ഒരു സമയത്ത് മാത്രം ഒരു ചെറിയൊരു, പക്ഷെ എങ്കിലും അത് കളി നമുക്ക് ഒരു മാനസികമായിട്ട് അവർ ആധിപത്യം നേടാൻ വേണ്ടി ഇന്ത്യ വിട്ടില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ആ ഗ്രൗണ്ടിൽ അറ്റാക്കിംഗ് ആയിട്ട് ഫീൽഡ് സെറ്റിംഗിൽ വരെ ആ അറ്റാക്കിങ്ങിന്റെ കാണിച്ചു കൊടുത്തിട്ടാണ് നിന്നത്. അപ്പം ആ സേഫ് പറഞ്ഞ ആ മെന്റാലിറ്റി മൊത്തം മാറി ടീമിന്. നമ്മൾ പിന്നെ ഇതിന് മുന്നിലെ പരമ്പരയിൽ കണ്ട ടെസ്റ്റ് ടീമിൽ കണ്ട ഇന്ത്യ അല്ല, രോഹിത് ശർമ്മ നയിച്ച ലാസ്റ്റത്തെ ഒരു ഇന്ത്യ അല്ല ഇപ്പം ഗില്ല്. അല്ല, അത് ചില ആളുകൾ ഓസ്ട്രേലിയയുടെ അത്ര അപകടകാരിയാണോ ഇംഗ്ലണ്ട് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അത് സംവാദത്തിലൊരു വിഷയമാണ്. പക്ഷേ ഇംഗ്ലണ്ടിൽ അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് പോയി കളിക്കുന്നത്. അല്ല, ഇപ്പൊ ഞാൻ വളരെ രസകരമായിട്ടൊരു കമന്റ് നമ്മുടെ വീഡിയോയിൽ തന്നെ കണ്ടിരുന്നു. ഇപ്പോൾ മറ്റേ ഇംഗ്ലണ്ട് തോൽപ്പിച്ചതെന്നല്ല, ഓസ്ട്രേലിയനെ തോൽപ്പിച്ചോ ഇന്ത്യ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത് കണ്ടിരുന്നു. പക്ഷേ ഇതൊക്കെ മാറ്റി നിർത്തിയാൽ നമ്മളിപ്പോൾ ഈ മത്സരത്തിലെ കാര്യം വരികയാണെങ്കിൽ, ഇപ്പോൾ ലോർഡ്സിന്റെ ഒരു മത്സരത്തിലെ കാര്യം വരികയാണെങ്കിൽ, ലോർഡ്സിനെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഒരു കഴിഞ്ഞ റീസെന്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആണ്. അത് പ്രതീക്ഷ തരുന്ന പെർഫോമൻസ് തന്നെയാണ്. ബുംറ തിരിച്ചു വരുന്നതോടുകൂടി പേസ് ബോളിംഗ് ശക്തി കൂടുന്നു. സ്പിന്നിന്റെ കാര്യത്തിൽ ഇനി എന്ത് മാറ്റമാണ് ഇന്ത്യ വരുത്തുന്നതെന്ന് പറയാൻ പറ്റില്ല. ബാറ്റിംഗ് തന്നെയാണ് നമ്മുടെ കരുത്ത്. പക്ഷേ ഈ പറയുന്ന ലോർഡ്സിൽ ആദ്യം ബോളർമാർക്ക് ഒരു പേസ് ബോളിങ്ങിനൊരു ഇന്നിങ്സിന്റെ തുടക്ക സമയത്തൊക്കെ അതായത് പേസർമാർക്കൊരു ആധിപത്യം കിട്ടുന്ന ഒരു പിച്ച് കൂടിയാണ്. അതോടൊപ്പം തന്നെ റണ്ണൊഴുകിയ ഒരുപാട് ചരിത്രം ഉണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു ആവേശകരമായ ടെസ്റ്റ് മത്സരം തന്നെ നമുക്ക് ലോർഡ്സിൽ അതെ, എന്തായാലും ചരിത്രത്തിൽ 3 മത്സരമാണ്. ഒരു 4ാമത്തെ വിജയം നേടുന്ന ഒരു ക്യാപ്റ്റനായി, ലോർഡ്സിൽ കൂടി വിജയം നേടുന്നൊരു മികച്ച ക്യാപ്റ്റനായി ഗില്ല് മാറാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആസ്വദിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.